الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അതുപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. സംഭവ ബഹുലമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ശേഷം അതിൻ്റെ വിധി അറിയാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ജാതി മത ഭേദമന്യേ എല്ലാവരും. കണക്ക് കൂട്ടലും കിഴിക്കലും ധൃതി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതീക്ഷകളും നിരാശകളുമെല്ലാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പ്രതീക്ഷകളും നിരാശകളും കണക്ക് കൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളുമെല്ലാം ജീവിതത്തിലുണ്ട്. ആ കൂട്ടിക്കിഴിക്കലുകളും കണക്ക് കൂട്ടലുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം, ഭൗതികമായ ഇവിടെയുള്ള രാജ്യത്തിൻ്റെ നേട്ടങ്ങളോ വികസനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കൈകാര്യകർത്തൃത്വമോ ഒക്കെയാണെങ്കിലും ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഒരു കൂട്ടിക്കിഴക്കലുകൾ നമ്മൾ നടത്തണം. ഹസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണക്കെടുക്കപ്പെടുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ നന്മകളും തിന്മകളും കൂട്ടിക്കിഴിച്ച് കണക്കാക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ജീവിതത്തെ സ്വയം ഒന്ന് കൂട്ടിക്കഴിച്ച് നോക്കണം എന്ന്
മഹാന്മാരായ സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വചനങ്ങളിൽ കാണാം. ആ ഒരു കൂട്ടിക്കെടുക്കലിന് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ആയുഷ്കാലത്ത് ഓരോരോ അവസരങ്ങൾ നൽകുന്നുണ്ട്. റമദാൻ കഴിഞ്ഞു, അതൊരവസരമായിരുന്നു. ഒന്ന് തിരിച്ചു നടക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കാനും നാളെ എങ്ങനെയായിരിക്കണമെന്ന ഒരു തീരുമാനമെടുക്കാനുമെല്ലാം റമദാൻ നമുക്കൊക്കെ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതല്ല ഉപകരിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. അതുപോലെയുള്ള ഒരു മാസമാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോകുന്നു, ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകളുമായി ആളുകൾ കാത്തിരിക്കുന്നു. ഹജ്ജിന് പോകാത്ത നമ്മളൊക്കെയും അതുപോലെ ഒരു പെരുന്നാളിന് വേണ്ടി അതിൻ്റെ ഭൗതികമായ കാര്യങ്ങൾ, നല്ല വസ്ത്രവും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതിൽ, അതിൻ്റെ ആത്മീയതയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഉളുഹിയ്യത്ത്, അതിനു വേണ്ടി ഉള്ള നല്ല ബലിമൃഗങ്ങളെ കണ്ടെത്തുക, അള്ളാഹുവിന് വേണ്ടി വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നടത്തേണ്ട, കഴിവുള്ളവർക്ക് നിർബന്ധമായും ചെയ്യേണ്ട ഒരു ബലികർമ്മം, അത് നിർവഹിച്ച് നമ്മൾ അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ പുതുക്കുക. അതിനൊക്കെയാണ് ഈ ഒരു ദുൽഹജ്ജ് മാസം, ശവ്വാൽ മുതൽ ദുൽഹജ്ജ് പകുതി വരെ ഹജ്ജ് മാസങ്ങളാണ്. അതൊരു കൂട്ടിക്കേക്കലുകളാണ്. ഹജ്ജ് മാസം പോകുന്ന ആളുകൾക്ക്, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രമല്ല കൂട്ടിക്കേക്കലുകളുള്ളത്, നമുക്കുമുണ്ട്, പോകാത്തവർക്കുമുണ്ട് കൂട്ടിക്കേക്കലുകൾ. എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി നമ്മൾ എത്ര അടുത്തു നിൽക്കുന്നു എന്നതാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ അല്ലാഹു തആല മനുഷ്യരിലേക്ക് അങ്ങോട്ട് സന്നിവേശിപ്പിക്കുകയാണ്. പെരുന്നാളിൽ കൂടി, ഉളുഹിയ്യത്തിൽ കൂടി, ലോകത്ത് നിന്ന് മുക്കുമൂലകളിൽ നിന്ന് വരുന്ന ഹാജിമാരുടെ പ്രവർത്തനങ്ങളിൽ കൂടി ആ ഇബ്രാഹിം നബിയുമായി നമ്മൾ എത്രത്തോളം ബന്ധമുണ്ട് എന്നതാണ് ഒരു വലിയ പ്രധാനമായിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിന് വിട്ടേച്ചു പോയ ഭൗതികമായ അടയാളങ്ങളും ആത്മീയമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് കാര്യങ്ങളും മറ്റ് ഏത് നബിമാരെക്കാളും അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇല്ലത്ത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളിൽ അവശേഷിച്ചിരിപ്പിച്ചിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ആ ചര്യകൾ, മില്ലത്തു ഇബ്രാഹിം ജീവിതത്തിൽ പുലർത്തുന്നുണ്ട് എന്നത് നമ്മൾ കാണണം. നമ്മൾ നഖം മുറിക്കുന്നത്, നമ്മൾ ശരീരത്തിലെ ക്ഷൗരം ചെയ്ത് കളയുന്നത്, നമ്മൾ ഖിതാൻ നടത്തുന്നത്, നമ്മൾ പുരുഷന്മാർക്ക് മാർഗകല്യാണം നടത്തുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊരു ആചാരമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ കൂടി നമുക്ക് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ ബാക്കിയിരിപ്പുകളാണ്. അതുകൊണ്ടായിരിക്കണം മറ്റ് ഏത് നബിമാരെക്കാളും മുന്നിൽ ഒരു സലാത്ത് ചെല്ലണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കൂടുതൽ സലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് എല്ലാ വെള്ളിയാഴ്ചകളും. ആ സലാത്ത് പൂർത്തിയാവണമെങ്കിൽ അക്മലു സലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. നമസ്കാരത്തിൽ തഹിയ്യാത്തിന്റെ പൂർണ്ണത സലാത്തിൽ കൂടിയാണ് അവസാനിക്കുന്നത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒറ്റക്കാവട്ടെ കൂട്ടമാവട്ടെ, നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും സമർപ്പിക്കുകയാണെങ്കിൽ, തേടുകയാണെങ്കിൽ, രക്ഷ തേടുകയാണെങ്കിൽ, ആവശ്യപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ആ പ്രാർത്ഥനയുണ്ടാവണേ എന്നുള്ള ആ സലാത്ത് ചൊല്ലിയിട്ട് വേണം
നിങ്ങൾ ദുആ ചെയ്യാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റേത് നബിമാരെക്കാളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന, നമ്മളെ കൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ നമ്മളെ ജീവിതവുമായി ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. എത്രത്തോളം നമുക്കുണ്ട് ആ ജീവിതവുമായി എന്ന് നമ്മളാണ് കൂട്ടിക്കഴിച്ച് നോക്കേണ്ടത്. എല്ലാം കഴിച്ചു കൂട്ടി ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പ്രവചിക്കുമ്പോൾ ഞാൻ ജയിക്കുമോ ഞാൻ തോൽക്കുമോ എന്ന് കൂട്ടിക്കേണ്ട സമയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതത്തിൽ കൂടി ഒരുപാട് കാര്യം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തതായി ദീനിന്റെ കാര്യത്തിൽ, ഈമാനിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത് കുടുംബ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ രക്തത്തിൽ പിറന്ന ബന്ധങ്ങൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല. അവിടെയൊക്കെ അവനവൻ ഒറ്റക്കാണ് എന്നാണ്. അതാണ് ഇബാദത്ത്. അത് വേറെയാളെ നോക്കിയിട്ടല്ല, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യും. അതെൻ്റെ ഉപ്പ ഇതിലുണ്ടോ, എൻ്റെ ഉമ്മ ഉണ്ടോ, എൻ്റെ നാട്ടുകാരുണ്ടോ, നാട്ടിലെ ബഹുഭൂരിപക്ഷമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഇബാദത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് കാലങ്ങൾ അദ്ദേഹം അത് പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ഉപ്പയോ കുടുംബമോ അദ്ദേഹത്തിന്റെ നാട്ടുകാരോ അദ്ദേഹത്തിന്റെ ഭരണകൂടമോ അദ്ദേഹത്തിന് ഒരനുകൂലമായ ഒരു അവസ്ഥ ഇല്ലെന്ന് മാത്രമല്ല, ഇതൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ, ഞാൻ അള്ളാഹുവിനോടെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവിനോടെ ഞാൻ നിവേദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുകയുള്ളൂ, അള്ളാഹു മാത്രമാണ് എൻ്റെ രക്ഷകൻ, അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾ ആരും രക്ഷിച്ചാലും സാധ്യമല്ല, അള്ളാഹു എന്നെ രക്ഷിക്കാൻ വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ ശിക്ഷിച്ചാലും ഞാൻ രക്ഷപ്പെടും എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യമായ സന്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ കൂടി നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇറാഖിലെ ഊർ പ്രദേശത്തെ ഭരണാധികാരിയും നാട്ടുകാരും കുടുംബങ്ങളും അടക്കം അദ്ദേഹത്തിന്റെ കയ്യും കാലും ചുരുട്ടിക്കൂട്ടി ശിക്ഷിക്കാൻ വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അല്ലാഹു തആല ഇബ്രാഹിം അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പൊ ഇബാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരെങ്ങനെയാണ്, നാടെങ്ങനെയാണ്, ജനങ്ങൾ എങ്ങനെയാണ്, ഭൂരിപക്ഷം എങ്ങനെയാണ് എന്നല്ല, ഞാൻ എങ്ങനെയായിരിക്കണം എന്ന ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം. അതായിരുന്നു ഒന്നാമത്തെ പാഠം. അതാണ് ആരാധനാകർമ്മങ്ങളുടെ കാര്യത്തിൽ നിസ്വാർത്ഥത ഇല്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. നിസ്വാർത്ഥത ഒരു വലിയ കാര്യമുള്ള കാര്യമാണ്. നിസ്വാർത്ഥമായ സേവനം, ജനങ്ങൾക്ക് വേണ്ടി വെയിൽ കൊള്ളുന്നവർ നിസ്വാർത്ഥതയാണ്. എന്റെ സ്വാർത്ഥത അല്ല ഞാൻ നോക്കിയത്, ആളുകൾക്ക് വേണ്ടി സേവനം നടത്തുന്നവർ, ആളുകൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവർ, അവിടെയൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മൾ നിസ്വാർത്ഥരായിരിക്കണം. നമ്മൾ സ്വാർത്ഥതയുമായി പോകരുത്. നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ നാം നിസ്വാർത്ഥരായിരിക്കണം. രാജ്യം രക്ഷപ്പെടണം, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും. അതുപോലെ നമ്മുടെ സമൂഹം എവിടെയും നിസ്വാർത്ഥത വേണം. പക്ഷെ അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓലൊക്കെ നന്നാവട്ടെ, ഞാൻ എന്തായാലും എന്നതല്ല, ഞാൻ നന്നാവണം എന്ന സ്വാർത്ഥതയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബാപ്പ എങ്ങനെയായാലും ഞാൻ തൗഹീദിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിടുകയില്ല. എന്റെ നാട്ടുകാരെന്നെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിടുകയില്ല. എനിക്ക് രക്ഷപ്പെടണം എന്ന ഒരു വലിയ പാഠം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മകൾ പുതുക്കുന്ന അണ്ടർതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഓർമ്മകൾ പുതുക്കുമ്പോൾ നമ്മൾ കൂട്ടിക്കിഴിച്ച് നോക്കണം. 4-ാം തീയതിയിലെ വോട്ടെണ്ണൽ കൂട്ടിക്കിഴക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളൊന്ന് കൂട്ടിക്കിഴിച്ച് നോക്കണം ഇബ്രാഹിം നബിയും ഞാനും എത്രത്തോളം ഉണ്ട് എന്ന്. ആ ബന്ധം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഇബാദത്ത്, എൻ്റെ വിശ്വാസത്തിൽ വാകപ്പിഴവുകളുണ്ടോ? ഞാൻ ആർക്കാനും വേണ്ടി ജീവിക്കുന്നുണ്ടോ?
ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? അതല്ല, ഞാൻ എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നത് പ്രവർത്തിക്കുന്നുണ്ടോ? ആളെ നോക്കിയിട്ടല്ല, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? ആ ഒരു ജീവിതം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന, പ്രവാചകന്മാരുടെ മതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന മഹത്തായ ഒരു സ്ഥാനമാണ് മറ്റൊന്ന് നമുക്ക് പഠിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന ഒരു വലിയ സംഭവം ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കൊല്ലാക്കൊല്ലം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു കാണുന്നത് ഹാജറ റളിയല്ലാഹു അൻഹ എന്ന ഒരു സ്ത്രീയാണ്. ഈജിപ്തിൽ നിന്ന് അടിമയായി സാറ, ഇബ്രാഹിം നബിയുടെ ഭാര്യക്ക് ഒരു രാജാവ് കൊടുത്തയച്ച ആ അടിമപ്പെണ്ണാവുന്ന സ്ത്രീ ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ ഉമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നീട് വിവാഹം ചെയ്ത് ഭാര്യയാക്കി വെച്ച ആ സ്ത്രീത്വത്തിന്റെ മഹത്വമാണ്. സഫാ മർവക്കടയിൽ കൂടി ഓടുമ്പോൾ ഒരു സ്ത്രീത്വത്തിന്റെ മഹത്വം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ആ സ്ത്രീ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോയപ്പോൾ, ഉപ്പ നിങ്ങൾക്ക് അങ്ങനെയാണ് കൽപ്പനയെങ്കിൽ നിങ്ങൾ എന്നെ അറുത്തുകൊള്ളുക, ഞാൻ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാനതിന് തയ്യാറാവാമെന്ന് പറഞ്ഞ ഒരു ഇസ്മായിൽ എന്ന ചരിത്ര പുരുഷനെയല്ല, ഒരു മകനെയാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മകനെ വളർത്തിയെടുത്തത് മക്ക മരുഭൂമിയിൽ, ഇബ്രാഹിം ഇല്ലാത്ത ഏകമായ ആ മരുഭൂമിയിൽ ആ ഹാജറ റളിയല്ലാഹു അൻഹയായിരുന്നു. നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ വളർത്തിയെടുക്കണമെന്ന ഉമ്മമാർക്ക് കൊടുക്കുന്ന വലിയൊരു സന്ദേശം. പാപ്പ നോക്കിയിട്ടല്ല ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വന്നത്. ആരെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ചിട്ടല്ല ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വന്നത്. നേരെ മറിച്ച് ഹാജറ ബീവിയും മകനും ഒറ്റക്ക് ആ വിജനമായ പ്രദേശത്തിരുന്നപ്പോൾ ആ സ്ത്രീയുടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ മഹത്തായ സംസ്കാരമായിരുന്നു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ മരിച്ചാലും ക്ഷമിച്ചു കൊള്ളാമെന്ന ആ ഒരു ഉയർന്ന ചിന്തയിലേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന കുട്ടി അന്ന് വളർന്നു വന്നത്. ആ സ്ത്രീയുടെ ഓരോ പ്രവർത്തനങ്ങളിലും തവക്കുൽ, ആ സ്ത്രീയുടെ തവക്കുലാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ മുതൽ മുടക്ക്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്ത, ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ തണുത്തിറുകുന്ന, ഒരുപാട് കാലാവസ്ഥാ വ്യത്യാസമുള്ള, ആൾക്കൂട്ടം കൊണ്ട് പൊറുതിമുട്ടുന്ന, കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അപരിചിതമായൊരു പ്രദേശത്ത് ആ കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങി വരാൻ ഹാജിമാർക്കുള്ള ഏറ്റവും വലിയ മുതൽ മുടക്ക് ഹാജറ ബീവി അലൈഹിസ്സലാമിന്റെ തവക്കുലാണ്. അല്ലാഹു കാത്തുകൊള്ളും. അല്ലാഹു തആല കഴിഞ്ഞ ദിവസം വരെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഇവിടെയിട്ട് ഈ കൈക്കുഞ്ഞിനെയും ഇവിടെയിട്ട് പോകുകയാണെങ്കിൽ അല്ലാഹു കാത്തുകൊള്ളും. ആ തവക്കുൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരണം, നമ്മുടെ വീട്ടിലേക്ക് വരണം, നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തവക്കുൽ കടന്നു വരണം. പടച്ചവൻ തന്നിട്ടില്ലെങ്കിൽ തന്നുകൊള്ളും. അള്ളാഹു തന്നതാണെങ്കിൽ ഞാൻ ക്ഷമിക്കണം, അള്ളാഹു എന്നെ കാത്തു രക്ഷിച്ചുകൊള്ളും. എല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന ആഖിറു മാ കാന ആഖിറു ഖൗലി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിമിനെ നാട്ടുകാരെല്ലാവരും കൂടി കാലും കയ്യും കെട്ടിച്ചുരുട്ടി തീയിലേക്കിട്ടപ്പോൾ അവസാനമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് അതായിരുന്നു. ഹാജറയുടെ വാക്ക് ജീവിതത്തിന്റെ ആദ്യകാലത്ത് തുടക്കത്തിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്ക് അദ്ദേഹത്തിന് അവസാനമായി തീയിലിട്ടാൽ മരിക്കും എന്ന പ്രതീക്ഷയിലാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് പോകുന്നത്. അതിന്റെ മുമ്പൊന്നും തീ തണുപ്പായിട്ടില്ല ആർക്കും. അതുകൊണ്ട് എന്നെ കൊല്ലാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഞാൻ മരിക്കാനാണ് ഇതിലേക്ക് വീഴുന്നത്, നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ആദ്യത്തെ അവസാനത്തെ വാക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, എനിക്ക് പ്രതീക്ഷിക്കാൻ, എനിക്ക് പേടിക്കാൻ, എനിക്ക് ഭയപ്പെടാൻ, എനിക്ക് തഖ്വയോടുകൂടി ജീവിക്കാൻ, എനിക്ക് അനുസരിക്കാൻ
എന്നെ രക്ഷിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ, എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ ഒരു അള്ളാഹുവിൽ കെട്ടിവെച്ച് ഏൽപ്പിച്ച്, അള്ളാഹുവെ നീ നോക്കണം, ബിസ്മിക റബ്ബി വദഅതു ജംബി, എൻ്റെ റബ്ബേ ഞാനിതാ എൻ്റെ ശരീരത്തെ നിന്നിലേക്ക് അർപ്പിക്കുന്നു നിന്റെ നാമത്തിൽ. ആ ഒരു തവക്കുൽ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തവക്കുൽ നമുക്ക് ഉണ്ടായിരിക്കണം ജീവിതത്തിലൊക്കെ. എന്താവും, എങ്ങനെയാവും, അവിടെ കഷ്ടപ്പാട്, ദാരിദ്ര്യം വരുമോ, ബുദ്ധിമുട്ട് വരുമോ, നമുക്ക് എന്തെങ്കിലും നിലനിൽപ്പിന്റെ പ്രശ്നം വരുമോ, അസ്തിത്വ പ്രതിസന്ധി വരുമോ, ഒന്നുമല്ല. തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ്. ജീവിതത്തിൽ തവക്കുലാക്കാൻ, ഒരു ചെറിയ കാര്യത്തിന് പോലും തവക്കുലാക്കാനുള്ള ഒരു മനസ്ഥിതി പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാവുന്നത്ര പഠിച്ച് ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി, പഠിച്ചോൻ നീ രക്ഷിക്കണം. ചികിത്സിക്കുന്ന രോഗിക്ക് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന വിധം ചികിത്സിച്ച്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി. ദാരിദ്ര്യം കൊണ്ടോ മറ്റു കാരണങ്ങളാലോ കഷ്ടപ്പെടുന്നവര്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കി അള്ളാഹു മതി എന്ന ആ ഒരു തവക്കുൽ ഇബ്രാഹിം നബി നമുക്ക് പഠിപ്പിക്കുന്ന മറ്റൊന്നാണ്. മൂന്നാമതൊരു കാര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി മൻ തറക ശൈഅൻ ലില്ലാഹി അവ്വലഹുല്ലാഹ് ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്ത് ഉപേക്ഷിച്ചാലും, പടച്ചവന്റെ മാർഗത്തിൽ, പടച്ചവൻ നമ്മളോട് തിന്നണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ സുഖമായി ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നല്ല വണ്ടി വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നല്ല വീടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ? ഹറാമുകൾ നിങ്ങൾ ചെയ്യരുത്, തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്, ആളുകളെ ഉപദ്രവിക്കരുത്, മോഷ്ടിക്കരുത്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അതല്ലേ അള്ളാഹു പറഞ്ഞത്? ആ പറഞ്ഞതൊക്കെ നമുക്ക് നന്മക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തൊഴിവാക്കിയാലും അള്ളാഹു അതിന് പകരമായി നമുക്ക് തരും. ഇന്നക ലൻ തതുർക ലൻ തദഅ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ഖൈറൻ മിൻഹു ഖൈറൻ ലക മിൻഹു. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ താൽക്കാലികമായ ഒരു സുഖം ഒഴിവാക്കിയാൽ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഒഴിവാക്കിയാൽ, ഒരു പ്രവർത്തനം ഒഴിവാക്കിയാൽ, തീർച്ചയായും അതിനേക്കാളും ഖൈറായിട്ടുള്ള കാര്യം അള്ളാഹു നിനക്ക് പകരം തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹ് പറഞ്ഞപ്പോൾ കാണുന്നുണ്ട്, ഫലമ്മാ ഇതസലഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. അദ്ദേഹം തന്റെ പിതാവിന്റെ ശകാരം കേട്ട്, നാട്ടുകാരുടെ ശകാരം സഹിച്ച് ആ നാട്ടിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ ആരാധനാമൂർത്തികളിൽ നിന്നും മാറി ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കൂ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിങ്കലേക്ക് മാത്രമാണ് ഞാൻ എന്റെ മുഖം തിരിക്കുക, അവനോടെ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോടെ ഞാൻ ചോദിക്കുകയുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഫലമായി തസലഹും, ആ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം വേറിട്ട് നിന്നപ്പോൾ, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അദ്ദേഹം വേറിട്ട് നിന്നപ്പോൾ അദ്ദേഹം അവരെ ശിക്ഷിക്കാൻ വിചാരിച്ചു. ആ ശിക്ഷയിൽ അദ്ദേഹം കരിഞ്ഞു പോയില്ല. പിന്നെന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് നാം ഇസ്ഹാഖ് എന്ന കുഞ്ഞിനെ കൊടുത്തു. അതും ഒരു കാലാലൊടുവിൽ അപ്രതീക്ഷിതമായി കിട്ടിയ കുഞ്ഞാണ് ഇസ്ഹാഖ്. വാർദ്ധക്യകാലത്ത് അള്ളാഹുവിന്റെ വരദാനമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചപ്പോൾ ഇസ്ഹാഖ് എന്ന കുഞ്ഞിനെ കൊടുത്തു. യാക്കൂബ, ഇസ്ഹാഖിൽ കൂടി യാക്കൂബ് എന്ന ഇസ്രായേൽ എന്ന കുഞ്ഞിനെ കൊടുത്തു. ഇസ്രായേലിന്റെ പേരാണ് യാക്കൂബ്. യാക്കൂബിനെ കൊടുത്തു. യാക്കൂബിൽ നിന്ന് ലക്ഷത്തോളം പ്രവാചകന്മാരെ എല്ലാവരെയും നബിമാരാക്കി മാറ്റി. അത്ര വലിയ ഒരു നന്മ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്തു. എപ്പോഴും ഫലമായി തസലഹുമായ
അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാ ദുർമൂർത്തുകളിൽ നിന്നും മാറി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, അതാണ് അള്ളാഹുവിന് വേണ്ടി നാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ത്യജിക്കാനും ഒഴിവാക്കാനും തയ്യാറായാൽ അള്ളാഹു നമുക്ക് പകരം തരും. അത് സമ്പത്താവട്ടെ, സുഖമാവട്ടെ, ജീവിത നിർഭയത്വമാവട്ടെ, ജീവിതത്തിൽ എന്താണെങ്കിലും അള്ളാഹു തആല നമുക്ക് നന്മ തരും. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയാൽ, സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം നമ്മൾക്കിനെ കേട്ട് അതൊരു ആണ്ടർതിയായി മാറ്റാതെ ആ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അതാണ് തഖ്വല്ലാഹ യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂക്ഷിക്കേണ്ട വിധം വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആ വിധങ്ങളാണ് നമുക്ക് ഇബ്രാഹിം നബിയിൽ കൂടി, ബലിപെരുന്നാളിൽ കൂടി, ഹജ്ജിൽ കൂടി, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമുക്ക് കിട്ടാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിച്ച ഒരു പാഠവും കൂടി നമ്മൾ ഇന്ന് പഠിക്കാം. ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു കാര്യം, കഅബ നിർമ്മാണം എന്ന വലിയൊരു കാര്യം അദ്ദേഹം നിർമ്മിച്ചു. ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കി കോടാനുകോടി ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഒന്നാമത്തെ മസ്ജിദ് അദ്ദേഹം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മൾ എന്തൊരു സൽക്കർമ്മം ചെയ്താലും, എന്തൊരു പുണ്യകർമ്മം ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് രണ്ട് കാര്യം പ്രാർത്ഥിക്കണം. ഒന്ന്, പടച്ചവനെ ഇതിനെ സ്വീകരിക്കണം. രണ്ടാമത്തേത്, അള്ളാഹുവെ എൻ്റെ പാപത്തിൽ നിന്ന് നീ വിട്ടുതരണം. രണ്ട് പ്രാർത്ഥനയാണ്. ربنا تقبل منا وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അള്ളാഹുവെ നീ സ്വീകരിക്കണം. കഅബാലയത്തിന്റെ പണി കഴിഞ്ഞു, അള്ളാഹുവെ നീ സ്വീകരിക്കണം. ഇത് ഇബ്രാഹിം നബി നമ്മൾ പഠിപ്പിച്ച നിത്യജീവിതത്തിലെ ഒരു വിചാരമാണ്. എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആ വചനം ആവണമെന്നില്ല. റബ്ബേ, ആത്മാർത്ഥമായിട്ടാണ്, ആരെയും കാണിക്കാനല്ല, എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, ഞാൻ സത്യസന്ധമായി ചെയ്തതാണ്, നീ കബൂലാക്കണം എന്ന് അള്ളാഹുവിനോട് ഒന്ന് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യാൻ. രണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥന, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പാഠം ഒന്ന് പഠിപ്പിച്ചു തന്നപ്പോ കാര്യമായി പഠിപ്പിച്ചു തന്ന കാര്യം അതാണ്. എന്നിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ, നീ കരുണാനിധിയാണല്ലോ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. ഇങ്ങനെയുള്ള ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തെ തട്ടുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് നൽകുന്നുണ്ട്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ദുൽഖഅദയും ദുൽഹിജ്ജയും ബലിപെരുന്നാളും എല്ലാം അതിനുവേണ്ടി തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ സ്വർഗത്തിന്റെ അവകാശികളാവാൻ അള്ളാഹു നമുക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബ ബന്ധു മിത്രാദികൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ